കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. പാലുൽപാദനത്തിൽ സംസ്ഥാനം സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഒറ്റക്കെട്ടായി പരിശ്രമിക്കണമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ആലപ്പുഴ ജില്ലാ ക്ഷീരസംഗമവും ക്ഷീരതീരം പദ്ധതിയും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും KSRTC ബജറ്റ് ടൂറിസം പദ്ധതിയും ചേർന്ന് നടത്തുന്ന വേമ്പനാട് കായൽ ഉല്ലാസയാത്രയ്ക്ക് ആവേശകരമായ തുടക്കം. പുന്നമട ഫിനിഷിംഗ് പോയിന്റിൽ PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ബൈപ്പാസിൽ വാഹനാപകടം. ലോറി ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ പോസ്റ്റിനും സുരക്ഷാ മതിലിനും ഇടയിൽ കുടുങ്ങി. കാട്ടൂർ സ്വദേശി നെവിൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. പ്രസിദ്ധമായ ചക്കുളത്തുകാവിൽ ഭഗവതി ക്ഷേത്രത്തിലെ 12 നോയമ്പ് മഹോത്സവത്തിന് തുടക്കം. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഡിസംബർ 20 പ്രസിദ്ധമായ നാരി പൂജ, 27 സമാപനം. ചേർത്തല കാർത്യായനി ദേവിയുടെ തിടമ്പേറ്റിയിരുന്ന ഗജമുത്തച്ഛി പ്രമീളയ്ക്ക് സ്മരണാഞ്ജലി. പ്രമീള ഓർമ്മയായിട്ട് 16 വർഷം. ക്ഷേത്രത്തിൽ അനുസ്മരണം. പ്രമീളയ്ക്ക് നിത്യസ്മാരകം ഒരുക്കുമെന്ന് ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ്. വാർത്തകൾ വിശദമായി. പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഒറ്റക്കെട്ടായി പരിശ്രമിക്കണമെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. ആലപ്പുഴ ജില്ലാതല ക്ഷീരസംഗമവും ക്ഷീരതീരം പദ്ധതിയും അമ്പലപ്പുഴ പുന്നപ്രയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പാലുൽപാദനത്തിൽ സംസ്ഥാനം സ്വയം പര്യാപ്തമാകുവാൻ എല്ലാവരും ഒത്തുചേർന്ന് പരിശ്രമിക്കണമെന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. പുന്നപ്ര ക്ഷീരസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ആലപ്പുഴ ജില്ലാ ക്ഷീരസംഗമവും ക്ഷീരതീരം പദ്ധതിയും പുന്നപ്ര ഗ്രിഗോറിയൻ കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ നമ്മൾ 1 ലിറ്റർ പാലിന് 6 രൂപ ആദ്യം വർദ്ധിപ്പിച്ചത്. അത് കർഷകരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് കേരളത്തിൽ പാലിൻ്റെ വില വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിൽ ഗവൺമെൻറ് തന്നെ 6 രൂപ വർദ്ധിപ്പിക്കുവാൻ, അതിൽ 5 രൂപ സംതിങ് തുകയും കേരളത്തിലെ ക്ഷീര കർഷകർക്ക് തന്നെ കിട്ടത്തക്ക നിലയിലുള്ള സംവിധാനം ഞങ്ങൾ ഒരുക്കിയത്. അറിയാം, കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് അർഹമായി തരുവാനുള്ള തുക വെട്ടിക്കുറയ്ക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇതൊക്കെ ഒരു വെട്ടിക്കുറവ് കേരളത്തിലും ഉണ്ടായത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്കീമുകൾ ഇന്ന് ക്ഷീരവികസന വകുപ്പിൽ നമ്മൾ നടപ്പിലാക്കും. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ കിടാരി പാർക്കുകൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കന്നുകുട്ടി പരിപാലനം നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. കിടാരി പാർക്കുകളുടെ പ്രത്യേകത ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. കിടാരികളെ വളർത്തിയെടുത്ത് ക്ഷീര കർഷകൻ വ്യത്യസ്ത സ്കീമുകൾ വഴി വിതരണം ചെയ്യുവാൻ വേണ്ടിയിട്ട് കേരളത്തിന് പുറത്തു പോയി പശുക്കളെ എടുക്കാതെ കേരളത്തിൽ നിന്ന് തന്നെ പശുക്കളെ വളർത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി നമ്മൾ ആലപ്പുഴ ജില്ലയിലും കിടാരി പാർക്കുകൾക്ക് തുടക്കം കുറിച്ചു. ആലപ്പുഴ ജില്ലയിൽ നടപ്പിലാക്കുന്ന ക്ഷീരതീരം പദ്ധതി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് പുതിയ വരുമാന സ്രോതസ്സാകുമെന്നും മന്ത്രി പറഞ്ഞു. സലാം MLA അധ്യക്ഷനായി. ക്ഷീരമേഖല നമ്മുടെ പൊതുസമൂഹത്തിൽ അവിഭാജ്യ ഘടകമാണെന്നും ഈ മേഖലയെ സംരക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും MLA പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാകേഷ്, തിരുവനന്തപുരം മേഖലാ യൂണിയൻ ചെയർമാൻ മണി വിശ്വനാഥ്, കേരള ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ VP ഉണ്ണികൃഷ്ണൻ, B അൻസാരി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. 2 ദിവസങ്ങളായി നടക്കുന്ന പരിപാടിയുടെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം വിരമിച്ച ജീവനക്കാർക്കുള്ള ആദരവും ഡിസംബർ 17 ഉച്ചയ്ക്ക് 12 കൃഷിമന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. സലാം MLA അധ്യക്ഷനാകും. ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, ക്ഷീരസംഘം പ്രതിനിധികൾ, ക്ഷീരവികസന വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, ആത്മ, മിൽമ, കേരള ഫീഡ്സ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. ടൈം ന്യൂസ്, ആലപ്പുഴ. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും KSRTC ബജറ്റ് ടൂറിസം പദ്ധതിയും സംയുക്തമായി നടപ്പാക്കുന്ന വേമ്പനാട് കായൽ ഉല്ലാസയാത്രയ്ക്ക് തുടക്കമായി. പുന്നമട ഫിനിഷിംഗ് പോയിന്റിൽ PP ചിത്തരഞ്ജൻ MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കേരളോത്സവത്തിന് സമാപനമായി. PP ചിത്തരഞ്ജൻ MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ മേഖലകളിലെ പ്രതിഭകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാൻ കേരളോത്സവത്തിലൂടെ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇതിന് മാറ്റം വരണമെന്ന് ചിത്തരഞ്ജൻ കൂട്ടിച്ചേർത്തു. നാടിൻ്റെ പുരോഗതി, അതുപോലെ തന്നെ നമുക്ക് ഈ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ, പ്രയാസങ്ങൾ അത് പരിഹരിക്കാൻ എല്ലാവരും ഒന്നിച്ചു നിന്നല്ലേ പ്രവർത്തിക്കേണ്ടത്. അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള നിലപാടല്ലേ സ്വീകരിക്കേണ്ടത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, നമുക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. എല്ലാം വിമർശനം മാത്രം. എന്നാൽ അത് വേണ്ടതല്ല പറഞ്ഞത്, അതൊക്കെ വേണ്ടതാണ്. പക്ഷേ
നല്ല നല്ല കാര്യങ്ങളെ നമുക്കൊന്നിച്ച് പിന്തുണക്കാൻ കഴിയണ്ടേ? ഇവിടെ പറഞ്ഞു, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ കേരളോത്സവം ഇത്ര പ്രൗഢഗംഭീരമായി സംഘടിപ്പിച്ചത് ഈ ഭരണസമിതിയുടെ അവസാനത്തെ കേരളോത്സവമാണെന്ന് തോന്നുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി അജിത് കുമാർ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഡി മഹീന്ദ്രൻ സമ്മാന വിതരണം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ആർ റിയാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം എസ് സന്തോഷ്, കെ പി ഉല്ലാസ്, സുയമോൾ, കെ ഉദയമ്മ, എം വി സുനിൽകുമാർ, കെ എസ് ഹരിദാസ്, ദീപ്തി അജയകുമാർ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എ ജുമൈലത്ത് സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി സി എസ് ഷെയ്ഖ് ബിജു നന്ദിയും പറഞ്ഞു. തുടർന്ന് ഇപ്റ്റ നാട്ടരങ്ങിന്റെ നാടൻ കലാമേള പാട്ടും പടവെട്ടും നടന്നു. സമ്മേളനത്തിന് മുന്നോടിയായി സാംസ്കാരിക ജാഥയും നടന്നിരുന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ ബൈപ്പാസിൽ വാഹനാപകടം. ലോറിയിടിച്ച ബൈക്ക് യാത്രക്കാരൻ പോസ്റ്റിനും സുരക്ഷാ മതിലിനും ഇടയിൽ കുടുങ്ങി. കാട്ടൂർ സ്വദേശി നെവിൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. പിന്നാലെ വന്ന ബൈക്ക് യാത്രികരാണ് നെവിന് രക്ഷകരായത്. ബൈപ്പാസ് മേൽപ്പാലത്തിൽ ലോറി ഇടിച്ച ബൈക്ക് യാത്രികൻ വൈദ്യുത തൂണിനും സുരക്ഷാ മതിലിനും ഇടയിൽ കുടുങ്ങി. തലയ്ക്ക് പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരൻ കാട്ടൂർ വലിയ തയ്യൽ നെവിൻ ഡൊമിനിക്കിനെ പിന്നാലെ എത്തിയ ബൈക്ക് യാത്രക്കാർ രക്ഷപ്പെടുത്തി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച വൈകിട്ട് 6:45 അപകടം. 20 അടി താഴ്ചയിലുള്ള റോഡിലേക്ക് വീഴാതെ തലനാരിഴയ്ക്കാണ് നെവിൻ രക്ഷപ്പെട്ടത്. കളർകോട് നിന്ന് കൊമ്മാടി ഭാഗത്തേക്ക് പോവുകയായിരുന്നു നെവിൻ. മാളികമുക്ക് എത്തുന്നതിന് മുമ്പ് മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള ലോറി നെവിന്റെ ബൈക്കിന് പിന്നിലിടിച്ചു. നെവിൻ തെറിച്ചു വീണത് വൈദ്യുത തൂണിനും പാലത്തിലെ സുരക്ഷാ മതിലിനും ഇടയിലാണ്. നെവിന്റെ അരയ്ക്ക് മുകളിലേക്കുള്ള ഭാഗം സുരക്ഷാ മതിലിന് താഴേക്ക് തൂങ്ങിക്കിടന്നു. ഹെൽമറ്റും മൊബൈൽ ഫോണും രക്തത്തുള്ളികളും ബൈപ്പാസിന് താഴെ ബീച്ചിന് സമീപത്തെ റോഡിലേക്ക് വീഴുന്നത് ശ്രദ്ധയിൽപ്പെട്ടവർ ഒച്ചവെച്ച് ആളെ കൂട്ടി. വീണാൽ രക്ഷപ്പെടുത്താൻ കൈകൾ കോർത്ത് കുറച്ചാളുകൾ താഴെ നിൽക്കുകയും ചെയ്തു. അപകടം നടന്നത് കണ്ട് പിന്നിൽ ബൈക്കിലെത്തിയവർ ഉടൻ നെവിനെ രക്ഷപ്പെടുത്തി തൊട്ടു പിന്നാലെ എത്തിയ ആംബുലൻസിൽ ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. തലയ്ക്കും നടുവിനും വാരിയലിനും പരിക്കേറ്റ നെവിനെ പിന്നീട് ആലപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അപകട വിവരമറിഞ്ഞ സൗത്ത് പോലീസും ട്രാഫിക് പോലീസും സ്ഥലത്തെത്തുകയായിരുന്നു. സൗത്ത് പോലീസ് കേസെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. പ്രസിദ്ധമായ ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ 12 നോയമ്പ് മഹോത്സവത്തിന് കൊടികയറി. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഡിസംബർ 20-നാണ് പ്രസിദ്ധമായ നാരീപൂജ. 27-ന് സമാപിക്കും. തിങ്കളാഴ്ച രാവിലെ 6 മണിക്ക് 1008 നാളികേരം കൊണ്ടുള്ള മഹാഗണപതി ഹോമത്തോടെയായിരുന്നു ചടങ്ങുകൾ ആരംഭിച്ചത്. രാവിലെ 9-ന് ക്ഷേത്രം കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര മുഖ്യ കാര്യദർശി സദ്ഗുരു രാധാകൃഷ്ണൻ നമ്പൂതിരി, ഒളശമംഗലത്ത് ഇല്ലത്ത് ഗോവിന്ദൻ നമ്പൂതിരി, മുരളീധരൻ നമ്പൂതിരി, മേൽശാന്തിമാരായ അശോകൻ നമ്പൂതിരി, രഞ്ജിത് ബി നമ്പൂതിരി, ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറി. 17-ന് രാവിലെ 8 മണിക്ക് ബ്രഹ്മശ്രീ രമേശ് ഇളമൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ സർവൈശ്വര്യ സ്വസ്തി യജ്ഞം ആരംഭിക്കും. ഡിസംബർ 20-ന് രാവിലെ 9:30-ന് പ്രസിദ്ധമായ നാരീപൂജ മുഖ്യ കാര്യദർശി സദ്ഗുരു രാധാകൃഷ്ണൻ നമ്പൂതിരി സ്ത്രീകളുടെ പാതകം കഴുകി നാരീപൂജ ഉദ്ഘാടനം ചെയ്യും. മേൽശാന്തിമാരായ അശോകൻ നമ്പൂതിരി, രഞ്ജിത് ബി നമ്പൂതിരി, ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവർ ചടങ്ങിന് കാർമ്മികരാകും. നാരീപൂജ ചടങ്ങിന് മുന്നോടിയായി നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി അധ്യക്ഷനാകും. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. ഡിസംബർ 26-ന് രാവിലെ 9-ന് കലശാഭിഷേകവും ഉച്ചകഴിഞ്ഞ് 3-ന് കാവുംഭാഗം ഏറാങ്കാവ് ക്ഷേത്രത്തിൽ നിന്നും തിരുവാഭരണ ഘോഷയാത്രയും നടക്കും. കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി നേതൃത്വം നൽകും. സമാപന ദിവസമായ ഡിസംബർ 27-ന് കാവടി കരക്കാട്ടവും ചക്കരക്കുളത്തിൽ ആറാട്ടും തൃക്കൊടിയിറക്കും. തുടർന്ന് മഞ്ഞൾ നീരാട്ടും നടക്കും. 12 നോയമ്പ് മഹോത്സവത്തിന് മീഡിയ കൺവീനർ അജിത് പിഷാരത്ത്, ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് രാജീവ് MP, സെക്രട്ടറി PK സ്വാമിനാഥൻ, ബിനു KS എന്നിവർ നേതൃത്വം നൽകും. ടൈം ന്യൂസ്, നീരേറ്റുപുറം. മുഹമ്മ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലുള്ള പാതിരാമണൽ ഫെസ്റ്റിന് വിപുലമായ ഒരുക്കങ്ങൾ. ഡിസംബർ 26 മുതൽ 30 വരെയാണ് പാതിരാമണൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ തിലകക്കുറിയാകേണ്ട പാതിരാമണൽ ദ്വീപ് അണിഞ്ഞൊരുങ്ങുന്നു. പാതിരാമണൽ ഫെസ്റ്റിന് വിപുലമായ ഒരുക്കങ്ങൾ. ഡിസംബർ 26 മുതൽ 30 വരെ നടക്കുന്ന പാതിരാമണൽ ഫെസ്റ്റിൽ വിനോദസഞ്ചാരികളുടെ കുത്തൊഴുക്കുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. സഞ്ചാരികളെ വരവേൽക്കാൻ ദ്വീപിലും പരിസര പ്രദേശങ്ങളിലും സൗന്ദര്യവത്കരണ ജോലികൾ ആരംഭിച്ചിട്ടുണ്ട്. കായപ്പുറം ജെട്ടിയുടെ സമീപത്ത് സമ്മേളന വേദി സജ്ജമാക്കുന്ന ജോലികൾ ആരംഭിച്ചിട്ടുണ്ട്. കലാപരിപാടികളും ഇവിടെ അരങ്ങേറും. കായപ്പുറം ജംഗ്ഷൻ മുതൽ കായപ്പുറം ജെട്ടി വരെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തി. വീതിക്ക് ഇരുപുറവുമുള്ള മതിലുകളിൽ ഗ്രാമചാരുത ഓളം തള്ളുന്ന ചുവർച്ചിത്രങ്ങൾ സ്ഥാനം പിടിച്ചു. ഞങ്ങൾ കേരളത്തിൽ നിന്നുള്ള എല്ലാ ജില്ലയിൽ നിന്നും ആൾക്കാരുണ്ട്. കൂടാതെ തമിഴ്നാട്ടിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ഇപ്പോൾ ഞങ്ങൾ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പോൾ മുഹമ്മ എന്ന് പറയുന്ന സ്ഥലത്ത് പാതിരാമണൽ എന്ന് പറയുന്ന ദ്വീപിലേക്കുള്ള ഒരു ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതിൽ പാതിരാമണൽ ഫെസ്റ്റ് എന്ന് പറയുന്ന പരിപാടി നടക്കുന്നുണ്ട് ഡിസംബർ മാസത്തിൽ. അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മളിപ്പോൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്.
കൊല്ലം ആസ്ഥാനമാക്കിയുള്ള ക്യാപ്റ്റൻ സോഷ്യൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് ചിത്രങ്ങൾ വരച്ചത്. കേരളത്തിന് പുറമെ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ള ചിത്രകാരന്മാരും ചിത്രങ്ങൾ വരയ്ക്കാൻ എത്തിയിട്ടുണ്ട്. ചീനവല, നെൽപ്പാടങ്ങൾ, കയർ, മത്സ്യത്തൊഴിലിടങ്ങൾ എന്നിങ്ങനെയുള്ള ഗ്രാമക്കാഴ്ചകളാണ് ചിത്രങ്ങൾക്ക് വിഷയമായിട്ടുള്ളത്. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തല കാർത്യായനി ദേവിയുടെ തിടംപേറ്റിയിരുന്ന ഗജമുത്തശ്ശി പ്രമീളയ്ക്ക് സ്മരണാഞ്ജലി. പ്രമീള എന്ന ഗജമുത്തശ്ശി ഓർമ്മയായിട്ട് 16 വർഷം തികയുന്നു. കാർത്യായനി ദേവി ക്ഷേത്രത്തിന് മുന്നിൽ അനുസ്മരണം. പ്രമീളയ്ക്ക് നിത്യസ്മാരകം നിർമ്മിക്കുമെന്ന ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ്. ചേർത്തല കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ സജീവ സാന്നിധ്യമായിരുന്ന ഗജമുത്തശ്ശി പ്രമീള ഓർമ്മയായിട്ട് 16 വർഷം തികയുന്നു. പതിറ്റാണ്ടുകൾ കാർത്യായനി ദേവിയുടെ തിടംപേറ്റിയിരുന്ന പ്രമീളയെ ദേവിയുടെ പ്രതിരൂപമെന്ന നിലയിലും ഭക്തജനങ്ങൾ കരുതിപ്പോന്നിരുന്നു. 16 വർഷങ്ങൾക്കപ്പുറത്ത് 96-ാമത്തെ വയസ്സിലാണ് പ്രമീള ചരിഞ്ഞത്. പ്രമീളയുടെ ഭൗതികദേഹം ചേർത്തലയിൽ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ചത് വലിയ തർക്കത്തിനും സംഘർഷാവസ്ഥയ്ക്കും വഴിയൊരുക്കിയിരുന്നു. ഒടുവിൽ ഭക്തജനങ്ങളുടെ ആവശ്യപ്രകാരം ക്ഷേത്രത്തിന്റെ തെക്കേ തെരുവിലാണ് പ്രമീളയ്ക്ക് അന്ത്യവിശ്രമം ഒരുക്കിയത്. പ്രമീളയുടെ ഓർമ്മ ദിനമായ ഡിസംബർ 16 തിങ്കളാഴ്ച ക്ഷേത്രത്തിന് മുന്നിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. പ്രമീളയുടെ ഛായാചിത്രം അലങ്കരിച്ചു വെച്ച് പുഷ്പാർച്ചന നടത്തി. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് എ അജികുമാർ, സെക്രട്ടറി സിനിൽകുമാർ, മുനിസിപ്പൽ കൗൺസിലർ എ അജി, ബിബിൻ, ജയകുമാരി, സുരേഷ് മാരേഴത്ത്, മുരളീധരൻ നായർ പരപ്പേൽ തുടങ്ങിയവർ പങ്കെടുത്തു. ചേർത്തലക്കാരുടെ പ്രിയപ്പെട്ട ഗജമുത്തശ്ശി പ്രമീളയ്ക്ക് നിത്യസ്മാരകമൊരുക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഉപദേശക സമിതി പ്രസിഡന്റ് എ അജികുമാർ പറഞ്ഞു. ചേർത്തല കാർത്യായനിയുടെ പ്രതിരൂപമായിട്ടാണ് നമ്മൾ ചേർത്തലക്കാർ പ്രമീളയെ കണ്ടിരുന്നത്. എന്നും അവരെ ഓർക്കുന്നതിന് വേണ്ടിയും അവരുടെ ഒരു സ്മാരകം പണിയുന്നതിന് വേണ്ടിയും നമുക്ക് ചേർത്തല ഭക്തജനങ്ങളെല്ലാം ഒത്തുകൂടിയാൽ അടുത്ത വർഷത്തിൽ നമുക്ക് ആ ഗജമുത്തശ്ശിയുടെ ഒരു പ്രതിരൂപം, ഒരു ബിംബം നമുക്കിവിടെ ഉണ്ടാക്കുവാൻ കഴിയും. അതിന് ഉപദേശക സമിതി എന്ന നിലയിൽ, ഉപദേശക പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ അതിന് മുൻകൈ എടുക്കുന്നതാണ്. ഭക്തജനങ്ങളുടെ സഹായത്തോടെ ക്ഷേത്ര പരിസരത്ത് പ്രമീളയുടെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അജികുമാർ പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ പ്രവർത്തിക്കുന്ന കാരുണ്യ ഫാർമസി പൊളിച്ചു മാറ്റുന്നതിൽ പ്രതിഷേധം. കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചു. രോഗികളുടെ കൂട്ടിരിപ്പുകാരിൽ ചിലരും സമരത്തിൽ പങ്കെടുത്തു. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവനും വ്യക്തമാക്കി. ചേർത്തല താലൂക്ക് ആശുപത്രിയിലെ കാരുണ്യ മെഡിക്കൽ സ്റ്റോർ പൊളിച്ചു മാറ്റുന്നതിൽ പ്രതിഷേധം. കോൺഗ്രസ് പ്രവർത്തകർ സൂപ്രണ്ടിനെ ഉപരോധിച്ചു. ആരോപണം അടിസ്ഥാനരഹിതമെന്ന മുനിസിപ്പൽ ചെയർപേഴ്സൺ. മരുന്ന് ലഭിക്കാൻ ബദൽ സംവിധാനം ഉണ്ടാക്കണമെന്നാണ് ആവശ്യം. പ്രതിഷേധം ശക്തമായതോടെ KPCC സെക്രട്ടറി എസ് ശരത്തിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകരും രോഗികളുടെ കൂട്ടിരിപ്പുകാരും എത്തി സൂപ്രണ്ടിനെ തടഞ്ഞു. കെട്ടിടം പൊളിക്കുന്നത് താൽക്കാലികമായി നിർത്തുകയും ചെയ്തു. ഇവിടെ ഞങ്ങൾ 4 കൊല്ലമായി ഡയാലിസിസ് ചെയ്യുകയാണ്. ഇപ്പം കാരുണ്യയിൽ 1 മാസം കൊണ്ട് ഞങ്ങൾക്കുള്ള മരുന്നില്ല, സ്റ്റോക്ക് വരുന്നില്ല. അപ്പോൾ ഇവർ അടയ്ക്കുകയും കൂടി ചെയ്താൽ പിന്നെ നമ്മുടെ കാര്യം എന്ത് ചെയ്യും? ഫാർമസിക്ക് ഉള്ള സ്ഥലം അവർ കണ്ടെത്തി, ഇപ്പോൾ കാരുണ്യക്കുള്ള സ്ഥലം അവർ കണ്ടെത്തണ്ടേ? നമ്മുടെ ആവശ്യം അത് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇച്ചിരിങ്ങനെ മരുന്ന് കിട്ടുന്നത് അവിടെ നിന്നല്ലേ നമുക്ക്. ഞങ്ങൾ എന്ത് ചെയ്യും? പേഷ്യൻറ്റിനെ ഞങ്ങൾ എന്ത് ചെയ്യും? എല്ലാം കൂടി ഞങ്ങൾക്ക് ഓട്ടോറിക്ഷയ്ക്ക് തന്നെ എത്ര രൂപ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇവിടെ വരുന്നതെന്ന് അറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോറിക്ഷയ്ക്ക് ഒരു ദിവസം ഞങ്ങൾക്ക് 300, 350, 600 രൂപ വരെ കൊടുക്കുന്ന ആളുകളുണ്ട് ഇതിനകത്ത്. എനിക്ക് 300 രൂപ മതി, പക്ഷേ 600 രൂപ വരെ കൊടുക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ മരുന്നും കൂടി പുറത്തുനിന്ന് വാങ്ങിക്കാൻ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. അത് പുറത്തുനിന്ന് മേടിച്ച് ഈ പറഞ്ഞ പൈസയ്ക്ക് പുറത്തുനിന്ന് മേടിച്ച് ചെയ്യാനുള്ള സാമ്പത്തികം നമുക്കില്ല. ഇരട്ടി വിലയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ 300 രൂപയ്ക്ക് 300 രൂപയ്ക്ക് താഴെ ആകുള്ളൂ, 3 രൂപയ്ക്ക് കുറവേ ഉള്ളൂ. അപ്പോൾ അത് ഇവിടുന്ന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അതൊരു പ്രയാസമായ കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനായിട്ടുള്ള അവർക്കൊരു ഫാർമസിക്കുള്ള സംവിധാനം ചെയ്തു കൊടുത്താലേ പറ്റുള്ളൂ. വയലാർ രവി MPയുടെയും KC വേണുഗോപാൽ MPയുടെയും ഫണ്ടിൽ നിന്ന് ചിലവഴിച്ച കെട്ടിടങ്ങളാണ് പൊളിക്കുന്നതെന്നാണ് കോൺഗ്രസ് വാദം. എന്നാൽ വികസനത്തിന് എതിരില്ലെന്നും ഡയാലിസിസ് രോഗികൾക്കും വൃക്ക രോഗികൾക്കും നൽകുന്ന മരുന്നുകൾ വില കുറച്ച് കിട്ടുന്ന ഏക ആശ്രയം പൂട്ടരുതെന്നാണ് ആവശ്യമെന്നും ശരത്ത് പറഞ്ഞു. കാരുണ്യ പദ്ധതി പോലെ ജനകാരുണ്യ പ്രവർത്തനമുള്ള ഇത്രയും സുപ്രധാനമായൊരു ഒരു മുന്നറിയിപ്പില്ല. അവർ രോഗികളുടെ ബൈസ്റ്റാൻഡർമാർ ഡയാലിസിസ് അടക്കമുള്ള ഒരാഴ്ചയിൽ 3 ഡയാലിസിസ് വരെ ചെയ്യേണ്ടവരാണ് ഇവർ കൂടുതൽ പേരും. അപ്പോൾ എത്ര രൂപയുടെ വ്യത്യാസമാണ് വരുന്നത് നമ്മൾ ചിന്തിക്കണം. അപ്പം ഇവിടുത്തെ നഗരസഭയാണെങ്കിലും ഇവിടെ MLA പ്രതികരിക്കുന്ന മന്ത്രി, രണ്ടുപേരും ഈ 2 ആൾക്കാരും ഈ താലൂക്ക് ആശുപത്രിയെക്കുറിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനെക്കുറിച്ചും എന്താണ് ചിന്തിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് വലിയ പ്രതിഷേധമാണ്. ഇതൊരു തീരുമാനമുണ്ടാകുന്ന വരെ ഞങ്ങളിവിടെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. നഗരസഭയുടെ കെട്ടിടം
അത് കെട്ടിടത്തിൻ്റെ കാരുണ്യ പദ്ധതിയുടെ ഫാർമസിയുടെ ഉപകരണങ്ങളടക്കമാണ് ലേലം ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ MP വയലാറബിയുടെ മണ്ണിൽ തുടങ്ങി അതിനുശേഷം പേരെഴുതി തുടങ്ങിയ ഒരു സ്ഥാപനം. അത് രാഷ്ട്രീയമല്ല പറയുന്നത്. അതിന് മേളിലേക്കുള്ള മേൽത്തട്ട് കൊടുത്തത് KC വേണുഗോപാൽ MP ആയിരിക്കുമ്പോഴാണ് കഴിഞ്ഞ തവണ. അപ്പോൾ നമ്മൾ ഇത്ര ജനബോധപ്രദമായ ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം കാലപ്പഴക്കം ഉണ്ടെങ്കിൽ അത് നിർണ്ണയിക്കണം. കാലപ്പഴക്കമല്ല, അല്ലെങ്കിൽ 15 വർഷം തികയുന്നു. ഇപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് കാരുണ്യ ഫാർമസിക്ക് മാറ്റം വരുത്തി അതിന് തടസ്സമില്ലാത്ത രീതിയിൽ ചെയ്യുന്നെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ നമുക്ക് അതിന് അവസരമുണ്ട്. ഇതിപ്പം ജനങ്ങളെ പെരുവഴിയിൽ, രോഗികളെ പെരുവഴിയിൽ നിർത്തി അവൻ്റെ ജീവൻ ഒരു വിലയും കൊടുക്കാത്ത ഈ നിലപാടിനെതിരെയുള്ള വലിയ പ്രതിഷേധമാണ്. ശക്തമായ പ്രതിഷേധവുമായി കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വരും. UDFൻ്റെ മുനിസിപ്പൽ കൗൺസിലർമാർ എല്ലാവരും ഇവിടെയുണ്ട്. അതിശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. എന്നാൽ ചേർത്തല താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിന്റെ ഭാഗമായാണ് കെട്ടിടങ്ങൾ പൊളിക്കുന്നതെന്നും വൈകാതെ തന്നെ കാരുണ്യ ഫാർമസിയുടെ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ അറിയിച്ചു. ഇത് കഴിഞ്ഞ് 4 ദിവസത്തിന് മുമ്പും അവർ നമ്മുടെ ഇടയ്ക്ക് വരുമ്പോഴത്തേക്കും ഇതുമായി ബന്ധപ്പെട്ട് ഒരു എഗ്രിമെൻ്റ് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ എഗ്രിമെൻറ്റിൽ വേറെ യാതൊരു കാര്യങ്ങളുമില്ല. ഒരു റെൻറ്റ് മേടിക്കുന്ന ഇടപാടോ അങ്ങനെ ഒന്നുമില്ല. ഒരു എഗ്രിമെൻറ്റ്, അതായത് ഈ ആസ്പത്രിയായി ബന്ധപ്പെട്ടിട്ടുള്ളതായിട്ട് നമ്മൾ റൂം കൊടുക്കുന്നതായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് അവർ വളച്ചൊടിച്ചുകൊണ്ട് ഇന്നേക്ക് അവരുടെ സാധനങ്ങളെല്ലാം മാറ്റിയവർ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ കുറേ ആൾക്കാരുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഡോക്ടറെ, അതായത് സുജ ഡോക്ടറെ കരാവ് ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു സംവിധാനമാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഞങ്ങളെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും വിലക്കുറച്ച് മരുന്ന് കൊടുക്കുന്നതായിട്ടുള്ള കാരുണ്യ എന്ന് പറയുന്നതായിട്ടുള്ള ഈ സ്ഥാപനത്തിൽ നിന്നും ആരുടെയൊക്കെയോ ശക്തിയുടെ പുറത്ത് പാവങ്ങൾക്ക് മരുന്ന് മേടിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു സാഹചര്യം ആ ആളുകൾ തന്നെ സൃഷ്ടിക്കുന്നതായിട്ടുള്ള രീതിയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നവർ ഈ പരിപാടി ചെയ്യത്തില്ലായിരുന്നു. നമ്മൾ എന്തിനാണോ ഇത് ഉദ്ദേശിച്ച് ചെയ്യുന്നത് ആ ഉദ്ദേശം നല്ല രീതിയിലായിരുന്നില്ല അവരിത്രയും നാളും ചെയ്തിരുന്നത് എന്ന് വേണം നമ്മൾക്ക് പറയുവാനായിട്ട്. തീർച്ചയായിട്ടും ഇതൊരു മോശമായിട്ടുള്ളൊരു കാര്യമായിപ്പോയി. ഇങ്ങനെ ഒരു സ്ഥാപനത്തിലെ ആൾക്കാർ അത് ചെയ്യുന്നത് ശരിയല്ല. ആ ചെയ്തതിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും പാവങ്ങളുടെ മരുന്ന് കൊടുക്കുവാൻ പറ്റാത്തതായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് അവർ തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇന്നിപ്പം ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ആ ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള എല്ലാ മെഡിസിനും എല്ലാ സാധനങ്ങളും മറ്റേ ഷീ ഒപ്റ്റിക്കൽസ് എന്ന് പറയുന്ന നമ്മളിവർക്ക് വിട്ടുകൊടുത്തിരിക്കുന്ന സ്ഥാപനത്തിലേക്ക് മാറ്റുക കൂടി ചെയ്തിരിക്കുന്നതായിട്ടുള്ള ഒരു സന്ദർഭത്തിലാണ് ഇങ്ങനെയുള്ളതായിട്ടുള്ള പരിപാടികൾ അവർ ചെയ്തത്. അത് അവരെ സംബന്ധിച്ചിട്ടുള്ള തെറ്റായ പ്രചരണമാണ് ഇന്ന് അവരവിടെ നടത്തിയിരിക്കുന്നത്. ടൈം ന്യൂസ് ചേർത്തല. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ള സുരക്ഷാ സഹായ വിതരണം ചൊവ്വാഴ്ച നടക്കും. ഇതോടൊപ്പം വാർഷിക പൊതുയോഗവും ഒരുക്കിയിട്ടുണ്ട്. മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ വാർഷിക പൊതുയോഗവും സംഘടന നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സുരക്ഷാ പദ്ധതിയിൽ അംഗമായി മരണപ്പെട്ട 2 കുടുംബങ്ങൾക്കുള്ള ധനസഹായ വിതരണവും നാളെ കയർ ബോർഡിൻ്റെ കയർ ക്രാഫ്റ്റ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പ്രസാദ് അവർ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. രാവിലെ 10 മണിക്കാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്നത്. സംസ്ഥാന പ്രസിഡന്റ് ശ്രീ G. ജയപാലാണ് ആ ചടങ്ങിൻ്റെ അധ്യക്ഷനായിട്ടെത്തുക. മുഖ്യ അതിഥിയായിട്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഹോട്ടൽ ഉടമകൾക്കും അതിലെ തൊഴിലാളികൾക്കും വേണ്ടിയിട്ട് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് സുരക്ഷാ പദ്ധതി. ഈ പദ്ധതിയിൽ അംഗമായി മരണപ്പെടുന്ന ആ അംഗത്തിൻ്റെ നോമിനി ആരാണോ ആ നോമിനിക്ക് 10 ലക്ഷം രൂപ നമ്മുടെ സംഘടന ധനസഹായമായി കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് സുരക്ഷാ പദ്ധതി. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഹോട്ടൽ ഉടമകൾക്കും തൊഴിലാളികൾക്കുമായി ആവിഷ്കരിച്ചിട്ടുള്ള KHRA സുരക്ഷാ പദ്ധതിയിൽ അംഗമായിരുന്നവരുടെ കുടുംബത്തിന് നൽകുന്ന ആശ്വാസ ധനസഹായ വിതരണത്തിൻ്റെ വിതരണ ഉദ്ഘാടനം ചൊവ്വാഴ്ച നടക്കും. കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10 ആലപ്പുഴ കയർ ക്രാഫ്റ്റ് കൺവെൻഷൻ സെന്ററിലാണ് ചടങ്ങ്. ധനസഹായ വിതരണ ചടങ്ങിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് മുഖ്യ അതിഥിയാകും. സംസ്ഥാന പ്രസിഡന്റ് G. ജയപാൽ അധ്യക്ഷനാകും. KHRA സുരക്ഷാ പദ്ധതിയിൽ അംഗമാകുന്നവർ മരണമടഞ്ഞാൽ നോമിനിക്ക് 10 ലക്ഷം രൂപ ആശ്വാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് KHRA. സുരക്ഷാ പദ്ധതി ജീവനക്കാരെയും കൂടി ഉൾപ്പെടുത്തി ആദ്യമായാണ് ഒരു വ്യാപാര സംഘടന ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിക്കുന്നത്. ചടങ്ങിനെ തുടർന്ന് ആലപ്പുഴ ജില്ലാ വാർഷിക പൊതുയോഗവും നടക്കും. പൊതുയോഗം സംസ്ഥാന പ്രസിഡന്റ് G. ജയപാൽ ഉദ്ഘാടനം ചെയ്യും. അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം, മാലിന്യ സംസ്കരണ വിഷയങ്ങൾ അടക്കം നിരവധി പ്രശ്നങ്ങൾ ഹോട്ടൽ മേഖല നേരിടുന്ന ഈ അവസരത്തിൽ ജില്ലാ പൊതുയോഗം ഇതേക്കുറിച്ച്
നിർണായകമായ ചർച്ചകൾ നടത്തി തീരുമാനം എടുക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് മനാഫ് കുടുംബാബയും ജില്ലാ സെക്രട്ടറി നാസർ ബി താജും അറിയിച്ചു. ജില്ലാ പ്രസിഡന്റ് മനാഫ് കുബാബ, ജില്ലാ സെക്രട്ടറി ബി നാസർ, മുഹമ്മദ് കോയ, ഇക്ബാൽ, രാജേഷ് ഉടുപ്പി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈനൂസ് ആലപ്പുഴ. കഞ്ചാവും ഹാഷിഷ് ഓയിലും വിൽപ്പനയ്ക്കായി എത്തിച്ച യുവാക്കൾ പിടിയിലായി. ചേർത്തല സ്വദേശി മെൽവിൻ, മുഹമ്മ സ്വദേശി ഷാരോൺ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. കഞ്ചാവും ഹാഷിഷ് ഓയിലും വിൽപ്പനയ്ക്കായി എത്തിച്ച യുവാക്കളെ അറസ്റ്റ് ചെയ്തു. ചേർത്തല മരത്തോറവട്ടം മംഗലശ്ശേരി വീട്ടിൽ മെവിൻ, മുഹമ്മദ് തെരേസ ഭവനിൽ ഷാരോൺ എന്നിവരെയാണ് പിടികൂടിയത്. ചേർത്തല മുഹമ്മ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർത്തല ASP സ്ക്വാഡും ചേർത്തല മുഹമ്മ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. മെവിൻ്റെ കയ്യിൽ നിന്ന് 150 ഗ്രാം കഞ്ചാവും 190 ഗ്രാം ഹാഷിഷ് ഓയിലും, ഷാരോണിൻ്റെ കയ്യിൽ നിന്ന് 25 ഗ്രാം കഞ്ചാവും 20 ഗ്രാം ഹാഷിഷ് ഓയിലും പിടികൂടി. നാർക്കോട്ടിക് സെൽ DYSP സജിമോൻ, ചേർത്തല ASP ഹരീഷ് ജെയിൻ, ചേർത്തല സ്റ്റേഷൻ ഓഫീസർ G അരുൺ, മുഹമ്മ സ്റ്റേഷൻ ഓഫീസർ ലൈസാദ് മുഹമ്മദ്, SI മാരായ S സുരേഷ്, മഹേഷ്, SK സജിമോൻ, സത്താർ, CPOമാരായ സുനിൽ, അജിത്, രഞ്ജു, അജിത്, സുനിൽകുമാർ എന്നിവർ പരിശോധക സംഘത്തിലുണ്ടായിരുന്നു. ടൈം ന്യൂസ്, ചേർത്തല. സബർമതി സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലുള്ള ക്രിസ്മസ് ആഘോഷം ഡിസംബർ 18 നടക്കും. ഇതോടൊപ്പം പ്രതിഭാ സംഗമവും ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ ചേർത്തലയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംവിധായകൻ ജോയി മാത്യു പരിപാടി ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ സബർമതി സാംസ്കാരിക വേദിയെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്നതാണ്. കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ചാപ്റ്ററുകളും സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ സെമിനാറുകളും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അവസരായ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും സാമ്പത്തികമായിട്ടോ മെഡിക്കൽ എയ്ഡ് ആവശ്യങ്ങളെല്ലാം നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വീൽ ചെയറുകൾ, അതുപോലെ ഡയാലിസിസിന് വേണ്ട മെഡിക്കൽ കിറ്റുകളെല്ലാം നമ്മൾ കൃത്യമായി കലാകാരന്മാർക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. അതുപോലെ തന്നെ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലെ വിവിധ കോളേജുകൾ, വിവിധ സ്കൂളുകളിലെ പത്രവിതരണങ്ങൾ ഓരോ പത്രത്തിൻ്റെയും അവരുടെ പേര് വെച്ചുള്ള പദ്ധതികൾ നമ്മൾ കൃത്യമായി എല്ലാ വർഷവും നടത്തിക്കൊണ്ടു പോകുന്നു. അതുപോലെ എല്ലാ കലാകാരനും മുഖ്യധാരയിൽ എത്തിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. സാഹിത്യ സംഗമങ്ങൾ മാത്രമല്ല, പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളും ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടൂടെ സബർമതി സാംസ്കാരിക വേദി പ്രവർത്തിച്ചു വരുന്നു. എന്ന് പറയുന്നത് കേരള സബർമതിയുടെ ഒരു സാംസ്കാരിക വിഭാഗമാണ്. ഇതോടൊപ്പം തന്നെ മറ്റ് വിഭാഗങ്ങളും, അതായത് വനിതാ യൂത്ത് ക്ലബ്ബുകൾ, ചിൽഡ്രൻസ് ക്ലബ്ബുകൾ, അങ്ങനെ ഇതിന് പദ്ധതികൾ പലതാണ്. അപ്പം അതിൻ്റെ സാംസ്കാരിക വിഭാഗത്തിൻ്റെ ഈ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളുടെ സമാപ്തിയാണ് ഈ 18-ാം തീയതി ഇതിനോടൊപ്പം നടക്കുന്നത്. അപ്പോൾ അവിടെ 18-ന് ഉച്ചകഴിഞ്ഞ് 2:30 ചലച്ചിത്ര സംവിധായകനും നടനുമായ ജോയ് K മാത്യുവാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ജോസഫ് മാരാരിക്കുളം, ജനറൽ സെക്രട്ടറി ടോം ജോസ് ചമ്പക്കുളം, കോർഡിനേറ്റർ രാജു പള്ളിപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം ചിറക്കടവം യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ കുടുംബസംഗമം നടന്നു. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് D അംബുജാക്ഷി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ചിറക്കടവം യൂണിറ്റ് കുടുംബമേള കായംകുളം ഗവൺമെൻറ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് D അംബുജാക്ഷി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് പിൻതലമുറക്കാർക്ക് ഇത് മാതൃകയായി നിൽക്കുവാൻ നമ്മളെക്കാൾ മികച്ചവരാരും ഈ സമൂഹത്തിലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അത്ര ജീവിത അനുഭവങ്ങളുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും മേഖലയിൽ മനസ്സർപ്പിച്ച് ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുവാൻ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഓരോ പെൻഷൻസിനും കഴിയണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. നമ്മൾക്ക് ഒരുപാട് കർമ്മങ്ങൾ ഇനിയും ചെയ്യുവാനുണ്ട്. നമ്മൾ ആരും പ്രായമായി എന്ന് വിചാരിക്കരുത്, ഒരിക്കലുമില്ല. എൻ്റെ 90 വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛനോട് എൻ്റെ അച്ഛൻ നടന്ന ഒരു കുട, ഒരു നല്ല പിടിയുള്ള ഒരു കുടയൊക്കെ ഊന്നിപ്പിടിച്ച് പോകുമ്പോൾ ഞാൻ പറയും, അച്ഛാ ഒരു വാക്കിംഗ് സ്റ്റിക്ക് വാങ്ങിച്ച് തരട്ടെ, അതല്ലേ കുറച്ചുകൂടി സപ്പോർട്ട്. ഒരു 4-5 ലെഗിൻ്റെ ഒരു വാക്കിംഗ് സ്റ്റിക്ക് വാങ്ങിച്ചു തന്നാൽ ഒരു പക്ഷേ നമ്മൾ ഉരുണ്ട് വീഴാതെ പറ്റുമല്ലോ. അപ്പം എന്നോട് അച്ഛൻ ചോദിച്ചത്, നീ എന്നെ വയസ്സിലാക്കാൻ ശ്രമിക്കുകയാണോ? ഞാൻ പ്രായമായില്ല, എനിക്ക് മനസ്സില്ല പ്രായമായെന്ന് സമ്മതിക്കാൻ.
എന്നാണ് എൻ്റെ അച്ഛൻ പറഞ്ഞത്. സത്യത്തിൽ അതൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് എ വിക്രമൻ നായർ അധ്യക്ഷനായി. യൂണിറ്റ് സെക്രട്ടറി കെ ഹരികുമാർ സ്വാഗതം പറഞ്ഞു. ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ജീവൻ മുതിർന്ന അംഗങ്ങളെയും മറ്റുള്ളവരെയും ആദരിച്ചു. ഡോക്ടർ കെ മുരളി, ബി ഹരിലാൽ, എസ് ലളിതമ്മ, സി മുരളീധരൻ പിള്ള, പൊടിയൻ കണ്ടല്ലൂർ, കെ രവീന്ദ്രകുറുപ്പ്, കെ ആർ രാമഭദ്രൻ, എ ഇസഹാഖ് കുഞ്ഞ്, കെ ഷമറുദ്ദീൻ, ടി കെ കൃപാനന്ദൻ, കെ ഉദയൻ, കെ ആർ വിശ്വംഭരൻ, പി എസ് കൃഷ്ണകുമാർ, എം വസന്തകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. യൂണിറ്റ് ട്രഷറർ എസ് വസന്താമ്പാൾ നന്ദി പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. ക്രിസ്മസ് കാലം പുൽക്കൂടുകളുടെ കാലം കൂടിയാണ്. പുൽക്കൂടുകളില്ലാതെ ക്രിസ്മസ് ആഘോഷം നമുക്ക് ചിന്തിക്കാനാവില്ല. ചൂരൽ കൊണ്ട് പുൽക്കൂടുകൾ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനത്തെ പരിചയപ്പെടാം. ആസാമിലെ ചൂരൽ കാടുകളിൽ നിന്നാണ് ചൂരൽ കൊണ്ടുവന്ന് ഇവിടെ നൂറുകണക്കിന് പുൽക്കൂടുകൾ നിർമ്മിക്കുന്നത്. കാണാം. കളവങ്കോടം ബിഷപ്പ് മൂർ സ്കൂളിന് സമീപമുള്ള ഹാൻഡിക്രാഫ്റ്റ് കമ്പനിയിൽ വടക്കേമുറി VS പീറ്റർ പുൽക്കൂടൊരുക്കുകയാണ്. ക്രിസ്മസിനെ വരവേൽക്കാൻ ഒന്നും രണ്ടുമല്ല 100 കണക്കിന് ചൂരൽ പുൽക്കൂടുകളാണ് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ തയ്യാറാക്കുന്നത്. ക്രിസ്മസ് വിപണി ലക്ഷ്യമാക്കി 3 മാസം മുൻപ് പുൽക്കൂടുകളുടെ നിർമ്മാണം ആരംഭിച്ചു. 1250 പുൽക്കൂടുകൾ ഇതിനോടകം പൂർത്തിയായി. 2000-ലധികം പുൽക്കൂടുകൾക്ക് ഇതിനോടകം ഓർഡറുകൾ ലഭിച്ചിട്ടുണ്ട്. എല്ലാം കൈകൊണ്ട് ചെയ്യുന്ന തൊഴിലുകളാണ്. അപ്പോൾ ഞങ്ങൾ ചൂരൽ കസേര, കൊട്ട ഊഞ്ഞാൽ അങ്ങനെയുള്ള ഉപകരണങ്ങളാണ് ഞങ്ങൾ കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ക്രിസ്മസ് ആകുമ്പോൾ സ്പെഷ്യൽ ഐറ്റങ്ങൾ ക്രിസ്മസ് പുൽക്കൂടുകളിലേക്ക് വരും. അപ്പോൾ ഇപ്പോൾ 3 വർഷമായിട്ട് ഞങ്ങളിത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഒരു വർഷത്തിൽ 5000 പുൽക്കൂടാണ് ഞങ്ങളുടെ ടാർഗറ്റ്. ഇപ്പോൾ ഓൾറെഡി 3000 പുൽക്കൂടുകൾ ഓൾറെഡി സെയിലായി കഴിഞ്ഞു. ഇനി ഒരു 2000-ൻ്റെ ഓർഡറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഏകദേശം കോഴിക്കോട് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ വിളിച്ച് പറയുന്നതനുസരിച്ച് ഒരു ദിവസത്തെ ഗ്യാപ്പിൽ ഞങ്ങൾ പിറ്റേ ദിവസം കൊണ്ടുചെല്ലും. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം കുറേയധികം സ്ത്രീകളും പുരുഷന്മാർ കുറവാണ്, സ്ത്രീകളാണ് കൂടുതൽ. അവർക്ക് കുറച്ച് തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ ഒരു 5-8 സ്റ്റാഫുണ്ട്. അവരെ കൊണ്ട് ഇത് പോളിഷ് ചെയ്ത് തീരുകയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഈ പരിസരത്തുള്ള വീടുകളിൽ കൊണ്ടുപോയി 10-15 പീസ് വെച്ചൊക്കെ കൊണ്ടുപോയി കൊടുക്കും. പീസ് റേറ്റ് അത് പോളിഷ് ചെയ്ത് തരുമ്പോൾ എടുത്തുകൊണ്ട് വരും. അങ്ങനെയാലും നമുക്ക് ഈ ടാർഗറ്റ് ഫില്ലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറേയധികം പേർക്ക് തൊഴിലായി. അപ്പോൾ അവരും ജീവിക്കും എന്നെക്കൊണ്ട്. നമുക്ക് ചെറിയൊരു മാർജിന് എന്ത് കിട്ടുള്ളൂ, മതി. കൂടുതൽ സെയിലുണ്ടെങ്കിൽ ഉള്ള സംതൃപ്തിയാണ് എനിക്ക് ഇതിനകത്തുള്ളത്. അപ്പോൾ നമ്മൾ നാട്ടിൽ വെറുതെ വന്ന് ഈ 65 വയസ്സ് കഴിഞ്ഞ് ഞാൻ ചുമ്മാ ഇരിക്കാൻ ഒരു ബുദ്ധിമുട്ട്. 425 രൂപ തൊട്ട് 4000 രൂപ വരെയുള്ള പുൽക്കൂടുണ്ട്. ഇത് കൂടാതെ നമ്മൾക്ക് ഓർഡർ അനുസരിച്ച് എന്തെങ്കിലും മോഡൽ കാണിച്ചാൽ അത് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ പള്ളിക്കൊക്കെ സ്പെഷ്യൽ ഐറ്റങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അവരൊരു മോഡൽ വരച്ച് കാണിച്ചു തരും, അതുപോലെ ചെയ്ത് കൊടുക്കും. ഞങ്ങൾ നോർമലി 425 തൊട്ട് 500, 600, 1500, 3000, 4000 വരെയുണ്ട്. അതൊരു ഞങ്ങളുടെ ടാർഗറ്റാണ്. ആസാമിലെ ചൂരൽ കാടുകളിൽ പോയി കരാർ ഉറപ്പിച്ച് വെട്ടിയെടുക്കുന്ന ചൂരൽ നാട്ടിലെത്തിച്ചാണ് പുൽക്കൂടിന് ഉപയോഗിക്കുന്നത്. 3 വർഷമായി തുടർച്ചയായി ക്രിസ്മസ് വിപണി ലക്ഷ്യമാക്കി 2000-ഓളം ചൂരൽ പുൽക്കൂട നിർമ്മിക്കുന്നുണ്ട്. 1 അടി മുതൽ 3 അടി വരെ വലുപ്പമുള്ള പുൽക്കൂടുകളാണ് സാധാരണ നിർമ്മിക്കുന്നത്. ദേവാലയങ്ങളിലേക്കും ആവശ്യക്കാർക്കും നിർദ്ദേശിക്കുന്ന അളവിലും വലുപ്പത്തിലും പുൽക്കൂടുകൾ നിർമ്മിച്ചു നൽകും. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും പുൽക്കൂട് നിർമ്മിച്ചു നൽകുന്നു. തമിഴ്നാട്ടിൽ നിന്നും ആവശ്യക്കാർ എത്തി തുടങ്ങിയിട്ടുണ്ട്. ആവശ്യക്കാർക്ക് പുൽക്കൂട്ടിൽ വയ്ക്കുന്നതിനുള്ള വൈക്കോലും നൽകുന്നു. 450 രൂപ മുതൽ വലിപ്പം അനുസരിച്ചാണ് പുൽക്കൂടിന് വിലയിടുന്നത്. തമിഴ്നാട്ടിലെ സീ ഫുഡ് കമ്പനിയിൽ 40 വർഷം ജോലി ചെയ്ത പീറ്റർ 5 വർഷം മുമ്പാണ് നാട്ടിലെത്തി ഹാൻഡിക്രാഫ്റ്റ് നിർമ്മാണ കമ്പനി ആരംഭിച്ചത്. പട്ടണക്കാട് പഞ്ചായത്ത് ഓഫീസിന് സമീപം ദേശീയപാതയോരത്ത് വാടകയ്ക്ക് എടുത്തിട്ട കെട്ടിടം റോഡ് നിർമ്മാണത്തിനായി പൊളിച്ചു നീക്കിയതോടെ കളവങ്കോടത്ത് സ്വന്തമായ സ്ഥലത്ത് നിർമ്മാണം ആരംഭിക്കുകയായിരുന്നു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല കാർത്യായനി ദേവീക്ഷേത്രത്തിലേക്ക് പൂരം പ്രദേശ് സംഘടിപ്പിച്ച ചിറപ്പുത്സവം വർണ്ണാഭമായി. സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ചേർത്തല പൂരം ബ്രദേഴ്സിന്റെ നേതൃത്വത്തിൽ നടന്ന ചിറപ്പുത്സവം ശ്രദ്ധേയമായി. ആഞ്ഞിലിപ്പാലത്തിന് സമീപത്തു നിന്നും തേങ്ങയേറ് ഘോഷയാത്ര ആരംഭിച്ചു. ഗജവീരൻ ഗുരുവായൂർ രവികൃഷ്ണന്റെ അകമ്പടിയോടെയായിരുന്നു ഘോഷയാത്ര. ശ്രീവിനായക ചുള്ളൻസിന്റെ ചെണ്ടമേളവും സാവനയുടെ വയലിൻ ഫ്യൂഷനും ശ്രദ്ധേയമായി. സ്ത്രീകളും കുട്ടികളുമടക്കം 100 കണക്കിന് ഭക്തജനങ്ങൾ അണിനിരന്നു. ടൈം ന്യൂസ്, ചേർത്തല.
ചേർത്തല മൂർത്തിങ്കൽ ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞം ചൊവ്വാഴ്ച സമാപിക്കും. 5-ാം ദിവസം നടന്ന രുക്മിണി സ്വയംവരം ഭക്തിസാന്ദ്രം. ചേർത്തല മൂർത്തിങ്കൽ ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞം ചൊവ്വാഴ്ച സമാപിക്കും. ലക്ഷ്മിനാരായണ മൂർത്തികൾ ദമ്പതിമാരായി ഒരേ പീഠത്തിൽ വാഴുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചേർത്തല മൂർത്തിക്കൽ ലക്ഷ്മിനാരായണ ക്ഷേത്രം. ക്ഷേത്രത്തിൽ നടന്നുവരുന്ന 29ാമത് അഖണ്ഡനാമ യജ്ഞവും സപ്താഹയജ്ഞവും ചൊവ്വാഴ്ച സമാപിക്കും. 5-ാം ദിവസം നടന്ന രുക്മിണി സ്വയംവര ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ബ്രഹ്മശ്രീ പുല്ലയിലില്ലം പ്രഭാകരൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു. പ്രസിഡന്റ് ആർ സന്തോഷ്, സെക്രട്ടറി KS സുനിൽകുമാർ, ഖജാൻജി S സുമേഷ് എന്നിവർ നേതൃത്വം നൽകുന്നു. ടൈം ന്യൂസ് ചേർത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. പാലുൽപാദനത്തിൽ സംസ്ഥാനം സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഒറ്റക്കെട്ടായി പരിശ്രമിക്കണമെന്ന് മന്ത്രി J ചിഞ്ചുറാണി. ആലപ്പുഴ ജില്ലാ ക്ഷീരസംഗമവും ക്ഷീരതീരം പദ്ധതിയും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും KSRTC ബജറ്റ് ടൂറിസം പദ്ധതിയും ചേർന്ന് നടത്തുന്ന വേമ്പനാട് കായൽ ഉല്ലാസയാത്രയ്ക്ക് ആവേശകരമായ തുടക്കം. പുന്നമട ഫിനിഷിംഗ് പോയിന്റിൽ PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ബൈപ്പാസിൽ വാഹനാപകടം. ലോറി ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ പോസ്റ്റിനും സുരക്ഷാ മതിലിനും ഇടയിൽ കുടുങ്ങി. കാട്ടൂർ സ്വദേശി നെവിൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. പ്രസിദ്ധമായ ചക്കുളത്തുകാവിൽ ഭഗവതി ക്ഷേത്രത്തിലെ 12 നോയമ്പ് മഹോത്സവത്തിന് തുടക്കം. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഡിസംബർ 20-ന് പ്രസിദ്ധമായ നാരി പൂജ, 27-ന് സമാപനം. ചേർത്തല കാർത്യായനി ദേവിയുടെ തിടമ്പേറ്റിയിരുന്ന ഗജമുത്തച്ഛി പ്രമീളയ്ക്ക് സ്മരണാഞ്ജലി. പ്രമീള ഓർമ്മയായിട്ട് 16 വർഷം. ക്ഷേത്രത്തിൽ അനുസ്മരണം. പ്രമീളയ്ക്ക് നിത്യസ്മാരകം ഒരുക്കുമെന്ന് ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.